ഹായ്, ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും ഇതേപോലൊരു വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇതേപോലെയില്ല. ഇപ്പോൾ എൻ്റെ നാട് കണ്ണൂരാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇതേപോലെയൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തമിഴ്നാട്ടിൽ ഇതേപോലുള്ള ആചാരങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഇതേപോലെയൊക്കെ ചെയ്യുമോ, നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കാണുമല്ലോ. അപ്പോൾ അതേപോലുള്ളൊരു സംഭവം ഇന്ന് എൻ്റെ വീട്ടിൽ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഏട്ടൻ ഇന്ന് മാലയിട്ടിട്ട് കന്നിസ്വാമിയായിട്ട് കന്നിപൂജ വീട്ടിൽ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ കന്നിപൂജയാണ് ഇപ്പോൾ വീട്ടിൽ നടക്കുന്നത്. അപ്പോൾ മാല ഇട്ടിട്ട് 10 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മലക്ക് പോകുന്നതിന് മുന്നേ ഇതേപോലെ വീട്ടിൽ കന്നിപൂജ വയ്ക്കണം. അപ്പോൾ ആ ഒരു കന്നിപൂജയാണ് എൻ്റെ വീട്ടിൽ ഇന്ന്. അപ്പോൾ അതിന് വേണ്ടി കുറേ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഉക്കണം പൂ മാർക്കറ്റിൽ പോയിട്ട് പൂവൊക്കെ പൊളിച്ചൊക്കെ 3:30 പോയിട്ട് ഇവരെ ഇപ്പോൾ വാങ്ങിയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു പൂവൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു വലിയൊരു മുണ്ടൊക്കെ വിരിച്ച് അതിലാണ് പൂവൊക്കെ വെച്ച് നമ്മൾ വെള്ളമൊക്കെ തെളിച്ച് വെച്ചത്. അപ്പോൾ ഒരു വൈകുന്നേരം സന്ധ്യാസമയത്താണ് കേട്ടോ ഈ ഒരു ഫംഗ്ഷൻ വീട്ടിൽ നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴങ്ങളും ഇലയും ഒക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുത്തുവിളക്കൊക്കെ ഞാൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൂവിൻ്റെ മേലെ 2-3 ഷാളൊക്കെ വിരിച്ച് അപ്പോൾ അതിന് ഇതേപോലെ വെള്ളമൊക്കെ തെളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും കുറേ സാധനമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേപ്പർ ഗ്ലാസും വാട്ടറും ഒക്കെ സാധനം വാങ്ങിയിട്ട് വന്നു. പിന്നെ വീടൊക്കെ ആ ഒരു സമയത്തൊന്നും നമ്മൾ തുടക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതേപോലത്തെ വീട്ടിൽ ഇതേപോലെ നമ്മൾ ചാണം തെളിച്ചിട്ടാണെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഇതേപോലെ വെള്ളം വിട്ടിട്ട് നമ്മൾ ഇതേപോലെ കഴുകി വിടുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ സിമൻറ്റിൻ്റെ തറയാണ് ഇട്ടത്. അതുകൊണ്ട് നമ്മൾ വെള്ളം വെച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ ഇട്ടതിന് ശേഷം വീട്ടിന് മുമ്പിൽ എൻട്രൻസിൽ ഇതേപോലെ കോലൊക്കെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മായിയമ്മയാണ് കേട്ടോ കോലിടുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല വൃത്തിക്ക് കോലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ കോലപ്പൊടി കൊണ്ടല്ല കേട്ടോ കോലം ഇടുന്നത്. കോലം മാവ് നമ്മുടെ പച്ചരി പൊതിർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് കുറച്ചും കൂടി വെള്ളമൊക്കെ ചേർത്തിട്ട് ആ ഒരു വെള്ളത്തിലാണ് ഇതേപോലെ വലിയ കോലൊക്കെ ഇടുന്നത്. അപ്പോൾ ഈ ഒരു സാധനം എന്താണെന്ന് ഞാൻ എൻ്റെ അമ്മായിയമ്മയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ദൃഷ്ടി ബൊമ്മയാണ് വരച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇത് മീനിൻ്റെ കോലൊക്കെ വിട്ട് നല്ല വൃത്തിക്ക് കോലൊക്കെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ളായിട്ട് ലാസ്റ്റ് കാണാം. അപ്പോൾ പിന്നെ അടുക്കളയിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ വന്നാൽ അവർക്ക് ഭക്ഷണത്തിന് ഹോട്ടലിലാണ് പറഞ്ഞത്. എന്നാലും നമ്മൾ ഭക്ഷണം എക്സ്ട്രാ വീട്ടിൽ കുറച്ച് കരുതുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചപ്പാത്തിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം കുളിച്ചിട്ട് സ്വാമിമാർക്കാണല്ലോ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ കുളിച്ചിട്ട് തന്നെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ചപ്പാത്തിയൊക്കെ റെഡി ആയതിന് ശേഷം ഞാൻ പുറത്ത് പോയി നോക്കുമ്പോൾ അപ്പോൾ വൃത്തിക്ക് എൻ്റെ അമ്മായിയമ്മ ഇതേപോലെ കോലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു അരിൻ്റെ മാവ് കൊണ്ടാണ് ഇതിട്ടത് എന്നൊന്നും നമുക്ക് കണ്ടാൽ പറയില്ല, അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഒരു കോലൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരമായി എല്ലാ സ്വാമിമാരൊക്കെ വീട്ടിൽ വന്നു. അപ്പോൾ പാദപൂജയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ സ്വാമിമാർ ഇതേപോലെ വീട്ടിലേക്ക്. അപ്പോൾ 18-ാം പടിയൊക്കെ റെഡിയായി ഇതേപോലെ വിളക്കൊക്കെ വെച്ചു. നമ്മൾ വീട്ടിൽ കന്നിപൂജയ്ക്ക് വേണ്ട പാട്ടൊക്കെ പാടുകയാണ്. സ്വാമിമാർ തന്നെയാണ് കേട്ടോ പാട്ടൊക്കെ പാടി വെക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഏട്ടനാണ് മാലയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഏട്ടൻ. അപ്പോൾ കന്നിസ്വാമിയാണെങ്കിൽ മാലയിട്ടിട്ട് കന്നിസ്വാമിയാണ് ഇതേപോലെ ഭജനയ്ക്ക് പാട്ട് ആരംഭിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കന്നിസ്വാമി പാട്ടൊക്കെ പാടിക്കൊടുത്ത് എല്ലാവരും പാട്ടൊക്കെ പാടുകയാണ്.
12 മണിയാകുമ്പോഴത്തേക്കും നമ്മളെ ഭജനയൊക്കെ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭജന കഴിഞ്ഞതിന് ശേഷം 18-ാം പടിയിൽ വിളക്ക് വെച്ച ഒരു ഇതാണ് കേട്ടോ നിങ്ങൾ കാണുന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിളക്ക് പറ ഇതേപോലെ കഴിഞ്ഞു. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഈ ഒരു ഇതാണ്. പിറ്റേന്ന് രാവിലെ വിളക്കൊക്കെ അതിന് ശേഷം ഇതൊക്കെ നമ്മൾ ക്ലീനാക്കി വെക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഒരു ചെറിയൊരു കന്നിപൂജയുടെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെയൊക്കെ വീട്ടിൽ കന്നിപൂജ വയ്ക്കുന്നുണ്ടോ അല്ലോ അമ്പലത്തിലാണോ വയ്ക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം മേടിച്ചെടുക്കുക ഒരു ഇതാണ്. ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ അവർക്ക് കൊടുക്കേണ്ടതാണ് കേട്ടോ നമ്മൾ. പിന്നെ ഇളനീനൊക്കെ വയ്ക്കും. അപ്പോൾ ഒക്കെ വെച്ചിട്ട് നമ്മൾ നല്ല വീട്ടിൽ മനതൃപ്തിയോടെ നമ്മൾ അയ്യപ്പന് ഇതൊക്കെ ചെയ്ത് റെഡിയാക്കി. അപ്പോൾ ഏട്ടൻ ഈ മാസം ലാസ്റ്റിനാണ് കേട്ടോ മലക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു കുട്ടി ഇവിടെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.